ഇന്നലെ പന്തളം ശ്രീവത്സം സ്റ്റേഡിയത്തിൽ ഭക്തജനങ്ങൾ തിങ്ങിക്കൂടിയത്. രാവിലെ 9 മുതൽ പല സെമിനാറുകളും ഉണ്ടായിരുന്നു. ആ സെമിനാറുകളിലൊക്കെ ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് മഹാസമ്മേളനം രാത്രിയിൽ നടക്കുന്നത്. മഹാസമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളുടെ എണ്ണമെടുക്കാൻ എതിരാളികൾക്ക് പോലും ഭയമായി പോയി. 1 ലക്ഷം പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയധികം ജനപ്രവാഹമായിരുന്നു. പത്തനംതിട്ടയിലും കൊല്ലത്തും കോട്ടയത്തുമൊക്കെയുള്ള വിശ്വാസികൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വാഹനങ്ങളിൽ, പ്രത്യേകം ബുക്ക് ചെയ്ത വാഹനങ്ങളിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ 3 മണിയായപ്പോഴേക്കും സ്റ്റേഡിയം നിറച്ചാളായി. അനേകം ഭക്തജനങ്ങൾ അവിടെ എത്തിയിട്ട് അവർക്ക് ഇതിൽ സാക്ഷ്യം വഹിക്കാൻ പോലും കഴിയാതെ പോയി. MC റോഡിലെ ഗതാഗതം മുടങ്ങി. ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടി കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മഹാജനപങ്കാളിത്തമായിരുന്നു ഇന്നലെ പന്തളം സംഭവിച്ചത്. ഓർക്കണം, വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിന് ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് പ്രയത്നിച്ചത്. അവർക്കതിന് സമയമുണ്ടായിരുന്നു. BJPയുടെ പിന്തുണയോടെ, RSSന്റെ പിന്തുണയോടെ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഒരുപാട് ഹിന്ദു സംഘടനകൾ ചേർന്നാണ് പരിപാടി നടത്തിയത്. കുറച്ച് ദിവസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് കേന്ദ്രമന്ത്രിമാരെയോ അത്തരത്തിലുള്ള പ്രഗത്ഭരെയൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷെ ആര് വേദിയിലുണ്ട് എന്നതല്ല, നേരെ മറിച്ച് ഭഗവാനെ അവഹേളിക്കാൻ വേണ്ടി പിണറായി കൂട്ടരും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ജനങ്ങൾ ഇത്രയും ഒഴുകിയെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ പരിപാടിക്ക് പോലും ഇത്രയധികം ജനപങ്കാളിത്തമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. അതുപോലെ ജനങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത് സ്വമേധയാ